എങ്ങോട്ടേക്കാ പോകേണ്ടത്? നമുക്ക് ശ്രീകുമാരേട്ടനടുത്തും സരിത ചേച്ചിയും ഇതാ ഒരു അതിഥിയോടൊപ്പം നങ്ങ്യാർകൂത്ത് കലാകാരിയാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാം ഗസ് ചെയ്യാണ്, അത് ശരിയാവുമോ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആണോ ശ്രീകുമാരേട്ടാ നങ്ങ്യാർകൂത്ത് കലാകാരിയാണോ ഒപ്പം ഉള്ളത്? അത് തന്നെ നിങ്ങളുടെ ആ ഗസ് അല്ല, നിങ്ങൾക്കറിയാം നിങ്ങൾ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരല്ലേ അപ്പം കൃത്യമായിട്ട് അറിയാം. കലാകാരി തന്നെയാണ്. നമ്മുടെ പേരെന്താ? എന്റെ പേര് വേദ ചേവി. ഏത് ജില്ലയാണ്? കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയാണ്. ടീച്ചർ എന്റെ ഗുരുവാണ്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇതെന്റെ 3rd ഇയർ ആണ് നങ്ങ്യാർകൂത്തില്. തുടർച്ചയായി 3 വർഷമായി എനിക്ക് A ഗ്രേഡ് കിട്ടുന്നു നങ്ങ്യാർകൂത്ത്. മേക്കപ്പ് ഒക്കെ കഴിക്കാറായോ? ഞാൻ ഇത് മീഡിയയിലേക്ക് വന്നിട്ട് ഐറ്റം കഴിഞ്ഞിട്ട്. ടീച്ചറോട് ചോദിക്കട്ടെ, ടീച്ചർ ഒരു ശിഷ്യ ഉണ്ടായിരുന്നല്ലോ അല്ല, ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നു. മത്സരിച്ചിട്ടില്ലേ? ഞാൻ മത്സരിച്ചിട്ടില്ല. ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ച് ഇപ്പൊ അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം മത്സരിക്കാൻ കൂടിയാട്ടം മത്സരിക്കാൻ വന്നിട്ടില്ല. ഇല്ല, അന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും നമുക്ക് ആ പെർഫോമൻസ് നോക്കാം അല്ലേ? ചൊല്ലു. കംസം വീകം സംഭയകംപിതാംഗം കണ്ഠേ ഗൃഹീത്വാ തരസാ നിഹത്യ ആകൃഷ്യ ചിക്ഷേപ ച ഭൂമിപൃഷ്ഠേ രൂഢൈകശല്യം ജഗദാമിവാദ്യ. അപ്പം ഈ കുട്ടികളൊക്കെ എത്രത്തോളം പാവനമായിട്ടാണ് അവര് കൈകാര്യം ചെയ്യുന്നത് അറിയാമോ? ഇങ്ങോട്ട് കയറി ആ ചപ്പലൊക്കെ ഊരിയിട്ട് ഈ മണ്ണ് വരെ അവര്. ഇത് ശരിക്കും ഈ കലോത്സവത്തിന് വേണ്ടി മാത്രമാണോ ഇങ്ങനെയൊക്കെ ചിട്ടപ്പെടുന്നത്? അല്ലല്ലോ. അല്ല, അല്ലാതെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷെ ഞാൻ തുടർച്ചയായിട്ട് എന്റെ 8ാം ക്ലാസ് മുതലേ ടീച്ചറാണ്. എന്നാൽ പോലും ഇതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നത് അറിഞ്ഞതിന് വലിയ കാര്യമാണ്. എല്ലാ ഭാവങ്ങളും എല്ലാ ഭാവങ്ങളും വിജയിയാവട്ടെ ടീച്ചറിനും.